ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണ്. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി എത്രമാത്രം സോഫ്റ്റാണ്. ഇതാ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നു വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കുറച്ചേ വേണ്ടൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. ഇവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 കപ്പ് പാലാണ്. ഇപ്പോൾ 250 ഒരു കപ്പിൻ്റെ അളവ്. അപ്പം ഞാനിതിലേക്ക് ഇത് അരക്കപ്പാണ് അളന്ന് ഒഴിക്കുകയെന്ന് 6 പ്രാവശ്യം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ പുഡിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതും എന്നെപ്പോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ പാലൊക്കെ അളന്നൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാട്ടോ. ഞാനിവിടെ ഒരുപാട് മധുരമാവുന്നില്ല, എനിക്കിത് കറക്റ്റായിരുന്നു. 3 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തില്ല. കാരണം നമുക്കറിയാമല്ലോ കോൺഫ്ലോർ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടാണ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് വേണം, അല്ലെങ്കിൽ പാലിൽ കലക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പെട്ടെന്ന് പിടിക്കും. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്റ്റൗ ഓൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഫ്ലെയിം ചെറുതാക്കാൻ പ്രത്യേകം ഓർക്കണം. ഫ്ലെയിം കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, കട്ട ഓടുകയും ചെയ്യും. നമ്മുടെ പഞ്ചസാരക്ക് നന്നായി അലിഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ കോൺഫ്ലോർ നന്നായി മിക്സ് ആവണം. പിന്നെ ആ ഒരു പച്ചമണമൊക്കെ മാറണമെങ്കിൽ നമുക്ക് നന്നായി ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചെറുതായി ഒന്ന് തിക്കാവാൻ തുടങ്ങും. കോൺഫ്ലോർ ഇട്ടാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചൂടാറുമ്പോഴേക്കും ഒന്ന് കുറച്ചുകൂടി കട്ടിയാവാനുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഒക്കെ ആ ഒരു പരുവാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വാനില എസൻസ് ആണ്. ഇത് ഫുള്ളായിട്ട് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാൻ കയ്യിലുണ്ടെങ്കിൽ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടി ആയിരിക്കും, അറിയാമല്ലോ. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് കിട്ടും നമുക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യേണ്ടത് ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു വെക്കാം. അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളാന്ന് എടുത്തിട്ടില്ല, 2 എണ്ണം. അപ്പോൾ അതിൻ്റെ അടിയിലൊന്ന് നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ചൂടോടെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയെന്ന് ഫുള്ളായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ പുറത്ത് മാറ്റി വെക്കണം. ചൂട് നന്നായി ആറിക്കഴിഞ്ഞ ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ടാവും. വളരെ ടേസ്റ്റിയാണ്, അത് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിന് കുറച്ച് പണിയും കൂടി ആവശ്യമുണ്ട്. നമ്മളൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതേതായാലും ചൂടാറുന്നവരെ നമുക്ക് മാറ്റി വെക്കാം. ഈ പുഡിങ്ങിനെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഇതാ നമുക്കിനി പെട്ടെന്ന് തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1-2 തേങ്ങയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിട്ടുള്ള അരമുറി തേങ്ങ നന്നായി പൂണ്ടെടുക്കുകയെന്ന് പീസായിട്ട്. നമുക്ക് കത്തി കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ പീസായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതാ ഇതുപോലെ ഈ ഒരു അരമുറി ഫുള്ളായിട്ട് ഞാൻ പൂണ്ടെടുക്കുന്നുണ്ട് പീസായിട്ട്. കത്തി കയ്യിൽ കൊള്ളാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൂണ്ടെടുത്ത കഷ്ണങ്ങളെല്ലാം ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക്, അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ ഇത് ബേക്കിലുള്ള ഒരു തേങ്ങേൻ്റെ കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നീക്കിയെടുക്കണം. നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെത്തിയെടുത്താൽ മതി. ഈ കറുത്ത ഭാഗം നമ്മളിങ്ങനെ ചെത്തി കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് ആ ഒരു പ്യോർ വൈറ്റ് കളർ കിട്ടൂല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങുമ്പോൾ കാണാറില്ല, നല്ല പ്യോർ വൈറ്റ് പൗഡറാണ്. അപ്പോൾ അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ചെത്തിക്കളയുന്നത്. ഇനി ഈ തേങ്ങ ഒന്ന് നമുക്ക് ചിരകിയെടുക്കണം. ഞാൻ ഈ കുഞ്ഞു ബ്ലേഡ് വെച്ചിട്ടാണ് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് നല്ല ചൂടായ ഫ്രൈ പാനിലിട്ടിട്ട്
നല്ലോണം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായി ഇതിൻ്റെ ആ ഒരു വെറ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഇങ്ങനെ നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയായി. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തേങ്ങയുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ആക്കി വെച്ചാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോഴേക്കും കുറച്ചുകൂടി നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുഡിംഗ് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കമിഴ്ത്തി എടുക്കാൻ പറ്റും, കാരണം അടിയിൽ നെയ്യ് തടവിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുട്ടികൾക്കാണെങ്കിൽ ഒറ്റ ഇരിപ്പിനെ തിന്ന് തീർക്കും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ഇങ്ങനെ ഇളകി ഇളകി വരും. അത് നമ്മുടെ മക്കളൊക്കെ പെട്ടെന്നൊരു പുഡിംഗ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. പിന്നെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്കിത് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമുക്കിനി മുഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഡിയാക്കിയിട്ടില്ലേ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇതിൻ്റെ മുകളിൽ നന്നായി വിതറി കൊടുക്കാം. സ്നോ പുഡിംഗ് ഒന്നും കൂടി ഇതിനെ പറയും. ഇതിന് ഞാൻ ഇത്രയും മൊഞ്ചാക്കുന്നില്ല കേട്ടോ. ഇതിന് 2-3 പിസ്തയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവന അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. നല്ല ചെറീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പുഡിംഗ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ സിമ്പിളായിട്ടുള്ള ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ബൈ.